അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ സർവീസ് സഹായിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേരള ബഡ്ജറ്റ് മാനുവൽ ചാപ്റ്റർ 2 എത്തി നിൽക്കുന്നു. സർ, എസ്റ്റിമേറ്റ് എന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ അല്ലേ? എൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം. എസ്റ്റിമേറ്റ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് നേരത്തെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ജനറലിൽ നിന്നാണ് അത് റിസീവ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പൂർണ്ണമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റിൽ നിന്നും അത് കിട്ടുമല്ലോ. അതെ, അതിനെ അടിസ്ഥാനമാക്കി നടപ്പ് വർഷത്തേക്കുള്ള ഒരു 5 മാസത്തെ മൊത്തം ഒരു ചെയ്തിട്ടാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. പ്രീവിയസ് ഇയറിൻ്റെത് കളക്ട് ചെയ്യുന്നത് അത് അക്കൗണ്ടൻറ്റ് ജനറലിൽ നിന്നാണ്, എ ജിയിൽ നിന്ന്. അപ്പോൾ എ ജിയിൽ നിന്ന് കളക്ട് ചെയ്ത കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് പ്രൊവിഷനും നടപ്പ് വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റിലെ 5 മാസത്തെയും കൂടി കൂടിയിട്ടുള്ള എ ജിയിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു എസ്റ്റിമേറ്റിനനുസരിച്ചാണ് എന്തുണ്ടാവുന്നത്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ ഈ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഫൈനലൈസും എസ്റ്റിമേറ്റ് വന്നു, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് രൂപീകരിച്ചു, അപ്രോപ്രിയേഷൻ ബില്ല് ക്രിയേറ്റ് ചെയ്തു, നിയമസഭയിൽ അവതരിപ്പിച്ചു, പാസ്സാക്കി, ഗവർണർ ഒപ്പുവെച്ച് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോഴാണ് അപ്രോപ്രിയേഷൻ ആക്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റുകളിൽ അത് ഉൾപ്പെടില്ല. ഈ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടില്ല. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഇവാലുവേഷൻ റിപ്പോർട്ട്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, ഡീറ്റെയിൽസ് ഓഫ് വർക്ക്, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടും? ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടും. അപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ് ബഡ്ജറ്റിനോട് സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, താഴെ പറയുന്നതിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ബാക്കി ഉൾപ്പെടുന്ന അധികം വരെ. അപ്പോൾ എന്നിട്ട് ഇത് പറയുന്നു, അപ്രോപ്രിയേഷൻ ആക്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, ഡീറ്റെയിൽസ് ഓഫ് വർക്ക്, 4 ഓപ്ഷനും തന്നു. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഉത്തരം അപ്രോപ്രിയേഷൻ ആക്റ്റാണ് വരേണ്ടത്. അതായത് അപ്രോപ്രിയേഷൻ ആക്ട് ഒരിക്കലും എന്തല്ല, ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അല്ല, ബഡ്ജറ്റിൻ്റെ ഔട്ട്പുട്ടാണ്. നിയമസഭയിൽ പാസ്സാക്കിയ ബഡ്ജറ്റിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ എന്താണ് ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്? അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷന് വകയിരുത്തുന്ന തുകയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അത് ധനം വിനിയോഗിക്കാൻ വകയിരുത്തുന്ന തുകയാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന്, ഹെൽത്ത് സർവീസിന്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് 85-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് വരും. അവർക്ക് കിട്ടേണ്ട ഗ്രാൻഡിനെ കുറിച്ചുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ആവശ്യം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. അത് ക്രോഡീകരിച്ചിട്ടാണ് ഫൈനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡിനെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ആ ചെലവുകളെ തരണം ചെയ്യുന്നതിന് ശമ്പളവും കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും കണ്ടിജൻസീസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു എസ്റ്റിമേറ്റ്, അതാണ് എസ്റ്റിമേറ്റ്. ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻഡിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റിനനുസരിച്ച് ധനാഗമന മാർഗങ്ങൾക്ക് റവന്യൂ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ എസ്റ്റിമേറ്റിനനുസരിച്ച്, എക്സ്പെൻഡിച്ചറിൻ്റെ എസ്റ്റിമേറ്റിനനുസരിച്ച് എന്തുണ്ടാകുന്നു, റവന്യൂ ഉണ്ടാക്കണം. അത് ക്യാപിറ്റലിൽ നിന്നായാലും റവന്യൂവിൽ നിന്നായാലും ഉണ്ടാക്കി, ഇങ്ങനെയാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകുന്നില്ല, ഈ ചെലവിനനുസരിച്ചുള്ളൊരു വരവ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോഴാണ് ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റായിട്ട് വരുന്നത്. ഈ കമ്മി ബഡ്ജറ്റ് ആവുകയും ചെയ്യുക, അതിൽ നിന്ന് അപ്രോപ്രിയേഷൻ ആക്റ്റിൽ ഉൾക്കൊള്ളാത്ത ചെലവുകൾ ഖജനാവിൽ നിന്ന് എടുത്ത്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിക്കും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. അപ്പോൾ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാത്ത ചെലവുകൾ നടത്തിക്കൊണ്ടു പോകുക. എന്തായാലും ഈ ക്യാപിറ്റലിൽ നിന്നും റവന്യൂവിൽ നിന്നുള്ള വരുമാനം ഒഴിച്ച് വേറെ വരുമാനമില്ല. പിന്നെ തികയാത്തതിന് എന്ത് വേണം? കടമെടുക്കണം. ലീഗൽ അതോറിറ്റി ഫോർ വിഡ്രോവൽ മണി ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന്
കൃത്യമായി പറയുന്നു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുവാനുള്ള നിയമാനുസൃത അതോറിറ്റിയാണ് ഈ അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബീയിങ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്, അത് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുകയില്ല എന്നാണ്. പിന്നെ എന്തൊക്കെയാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുന്നത്? ഇവാലുവേഷൻ റിപ്പോർട്ട്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, ഡീറ്റെയിൽസ് ഓഫ് വർക്ക്, നമ്പർ സ്റ്റേറ്റ്മെൻറ്റ്, ഇവാലുവേഷൻ റിപ്പോർട്ട്, 5-year പ്ലാൻ ഒക്കെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടും. അപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുന്ന സംഗതികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ ഉൾപ്പെടുന്നത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്ന് പറയുന്നു. നേരെ തിരിച്ചു ആവാം. വോട്ട് ഓൺ അക്കൗണ്ട്, വോട്ട് ഓഫ് ക്രെഡിറ്റ്, അപ്രോപ്രിയേഷൻ ആക്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഉൾപ്പെടുന്നത് ഏത്, താഴെ പറയുന്നത്. അപ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് അതിൽ പെടില്ല, വോട്ട് ഓഫ് ക്രെഡിറ്റ് അതിൽ പെടില്ല, അപ്രോപ്രിയേഷൻ ആക്ട് അതിൽ പെടില്ല, ഇവാലുവേഷൻ റിപ്പോർട്ട് അതിൽ പെടും. അപ്പോൾ ഇവാലുവേഷൻ റിപ്പോർട്ട്, അപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി, അത് 57-ാമത്തെ പാരയിൽ കൃത്യമായി പറയുന്നുണ്ട് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളത്. ബുക്ക് നോക്കി നമുക്കത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇനി അടുത്തത് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളതാണ്. ഒന്ന്, കേസ് ആൾറെഡി അപ്രൂവ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ. ഏതൊക്കെ കേസുകളാണോ ആൾറെഡി അപ്രൂവ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്നാണ് അതിന് കൃത്യമായി പറയുന്നത്. ഇതിൽ ഇൻഡിക്കേഷൻ ഓഫ് നേച്ചർ ഓഫ് വേരിയസ്, അതിൽ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റാഫ്, 5-year പ്ലാൻ, ഇവാലുവേഷൻ റിപ്പോർട്ട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കേസസ് ആൾറെഡി അപ്രൂവ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ നിയമസഭ പാസ്സാക്കിയെടുത്ത സംഗതികളെല്ലാം എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടയിൽപ്പെട്ടു. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്യാരണ്ടീസ്, ഗ്യാരണ്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ. പിന്നെ പർട്ടിക്കുലേഴ്സ് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ലീസർ ഔട്ട് ഓർ കൺസെഷണൽ റേറ്റ്. സർക്കാർ പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് നൽകിയത്, ലീസിന് കൊടുത്തത്, അത് കൺസെഷണൽ റേറ്റിൽ വന്നത്. ഇതിനൊക്കെ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അപ്പൻഡിക്സ് ആയിട്ട് വരുന്നതാണ്. ബഡ്ജറ്റിൻ്റെ കൂടെ വരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തെയാണെന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്നാണ് പറയുന്നത്. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. അപ്പോൾ ഈ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ കേസസ് ആൾറെഡി അപ്രൂവ്ഡ് ബൈ ദി ലെജിസ്ലേറ്റർ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്യാരണ്ടീസ് ആൻഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ലീസ് റൗട്ട് എറ്റ്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ദി എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. അപ്പോൾ വിശദീകരണമായിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബഡ്ജറ്റിൽ ഒരു ലൈൻ പറഞ്ഞ് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണ കുറിപ്പ് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടയിലാണ് വരുന്നത് എന്നർത്ഥം. ദ ഇൻഡിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ദ വേരിയസ് ഐറ്റം ഓഫ് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ് അണ്ടർ ഈച്ച് ഹെഡ് ഈസ് ബഡ്ജറ്റ് ഈസ് നോൺ ആസ് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. അങ്ങനെയും പറയും. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അത് പറഞ്ഞു. ദ ഇൻഡിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് വേരിയസ് ഐറ്റം ഓഫ് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡഡ്. റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, വരവിൻ്റെയും ചെലവിൻ്റെയും എന്ത് കാരണം, ഇൻഡിക്കേഷൻ ഓഫ് നേച്ചർ, അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഐറ്റങ്ങളിലുള്ള വരവുകളുടെയും ചെലവുകളുടെയും ഒരു ഇൻഡിക്കേഷൻ, അതും ഏതിൽ വരും? എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ വരും. നേരത്തെ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം ഗ്യാരണ്ടി വരും, പിന്നെ ലീസർ ഔട്ട് കൊടുത്തത് സംഗതി, അങ്ങനെ പറഞ്ഞു. അതിൻ്റെ പുറമെ ഓരോ വിഭാഗത്തിലെയും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, ഓരോ ഐറ്റത്തിലും വരുന്ന വരവിൻ്റെയും ചെലവിൻ്റെയും ഇൻഡിക്കേഷനും ഏതിൽ വരുന്നുണ്ട്? ഈ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഒരു വലിയ സംഗതിയാണ്. അതിൻ്റെ മുകളിൽ അത് അവതരിപ്പിക്കും, നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് തയ്യാറാക്കണം എന്നൊക്കെയാണ് വ്യവസ്ഥ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, കാരണം വരവ് കുറവും ചെലവ് കൂടുതലുമുള്ള ഒരു സിസ്റ്റമാണ് ബഡ്ജറ്റിൽ. എപ്പോഴും ഒരു നല്ല ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നത് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ഫണ്ടുകൾ അറൈസ് ചെയ്യുന്നതും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ അടിച്ചു പിടിച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെ കണക്കാക്കാൻ വയ്യല്ലോ, റെസീറ്റിൽ കണക്കാക്കാൻ വയ്യ. അതെന്ത് ചെയ്യുന്നു, ഈ കമ്മി നികത്താൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് ഉപയോഗിക്കുക. പോരാത്തത് കമ്മി വരുന്നു, പിന്നീട് അതിലും കമ്മി വരുന്നത് എന്ത് ചെയ്യുന്നു, ലയബിലിറ്റീസ്
ഡെപ്റ്റ് മുഖേന ബാധ്യതകളിലൂടെ, ഫണ്ടുകളിലൂടെ, മറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസുകളിലൂടെയൊക്കെ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഗവൺമെൻറ് അല്ല, കമ്മി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് ഒരു ജനപ്രിയ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഗവൺമെൻറ്റിനൊരു ബാധ്യതയുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം സ്വീകരിക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ 2 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ഒന്ന് വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിയമസഭ പാസ്സാക്കുന്ന അപ്രോപ്രിയേഷൻ ആക്ട് പ്രകാരം പാസ്സാക്കുന്ന ചെലവുകൾ. മറ്റൊന്ന് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ, നിയമസഭ പാസ്സാക്കൽ ആവശ്യമില്ലാത്ത ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ. PSCയുടെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് ചെലവുകളും ശമ്പളവും, അങ്ങനെ 9ഓളം ഐറ്റങ്ങൾ അപ്പൻഡിക്സ് 4 പറയുന്നുണ്ട്. ബഡ്ജറ്റ് മാനുവലിൻ്റെ അപ്പൻഡിക്സ് 4 പറയുന്ന എക്സ്പെൻഡിച്ചർ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ അനുസരിച്ച് ഈ ആർട്ടിക്കിൾ 202 ഉപവകുപ്പുകൾ അനുസരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചാർജ് ചെയ്തെടുക്കാവുന്ന ചിലവുകളുണ്ട്. അപ്പോൾ 2 തരം ചിലവുകളാണ്. ഈ ചാർജ് ചെയ്തെടുക്കാവുന്ന ചിലവുകൾ അതങ്ങനെ പോകും. എക്സ്പെൻഡിച്ചർ, ഈ ചാർജഡ് എക്സ്പെൻഡിച്ചർ, വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് ഈ നിയമസഭ പാസ്സാക്കിയ എടുക്കുന്നത്. അതാണ് ബഡ്ജറ്റ് പാസ്സാക്കിയ ചിലവ്, അതാണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ. ഈ വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സംഭവമാണ് അപ്രോപ്രിയേഷൻ ആക്ട് മുഖേന ചെലവഴിക്കുന്നത്, വോട്ടഡ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്നാൽ ശമ്പളവും അലവൻസുകളും TA-യും DA-യും കണ്ടിജൻസീസും കോമ്പൻസേഷനും എല്ലാം ഏതിൽ പെടുന്നതാണ്? വോട്ടഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ അപ്രോപ്രിയേഷൻ ആക്ടിൽ. ഇതല്ലാത്ത ചെലവുകൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വിനിയോഗിക്കുന്നു ഒരു ഗവൺമെൻറ് എങ്കിൽ ആ ഗവൺമെൻറ്റിനെ കുറിച്ച് ഒരു നല്ല ഗവൺമെൻറ് എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? 1 രൂപ എടുത്താലും ഇവിടെ നേരത്തെ തന്നെ കമ്മി ബഡ്ജറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശമ്പളം കൊടുക്കുവാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എക്സ്പെൻഡിച്ചറുകൾക്ക്, മരാമത്ത് വകുപ്പുകൾക്കും ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക അവിടുന്ന് വിഡ്രോ ചെയ്ത് പോകും. അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ വിഡ്രോ ചെയ്ത് പോകും. ആ വിഡ്രോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കമ്മിയാണ്. ആ കമ്മി നികത്താൻ കടം വാങ്ങിയിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടും കിട്ടാതെ വരുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് കിട്ടണം, അത് കിട്ടുന്നില്ല. കടം വാങ്ങാൻ കേന്ദ്രം സമ്മതിക്കൊന്നുമില്ല. എങ്കിൽ എന്താ ഉണ്ടാവുക? ലിമിറ്റ് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ ചെലവഴിക്കാൻ ഫണ്ടില്ല. അതിന് പുറമെ കെടുകാര്യസ്ഥയുടെ ഭാഗമായി ഗവൺമെൻറ് പണം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വരണമെന്നുള്ളത് രൂക്ഷമാവും. ഇത് കൃത്യമായി പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. കാരണം വ്യക്തമായ രാഷ്ട്രീയം അതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. കാരണം ഓപ്പൺ ശ്രോതാക്കൾക്ക് കൃത്യമായി മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി. കാരണം വ്യക്തമായി ഓരോ വർഷവും ബഡ്ജറ്റും അതിൻ്റെ വരവിനെയും ചെലവിനെയും നിദാനിച്ച് നിയമസഭ പാസ്സാക്കിയാണ് ഇവിടെ വരവും ചെലവുണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കാശ് കമ്മി വരുന്നത്? വരില്ല. അതിൽ പ്രതിസന്ധി ഉണ്ടാകുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരികയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ കുറവായി കൃത്യമായി സമയബന്ധിതമായി കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. പക്ഷെ അത് കിട്ടിയാൽ തീരണമല്ലോ. അത് കിട്ടിയാലും തീരാതെ വരുന്നതെന്നാണ് അപ്രോപ്രിയേഷൻ ആക്ടിൽ വോട്ടഡ് എക്സ്പെൻഡിച്ചറിൽ നിദാനം ചെയ്തു വരുന്ന എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പിടുത്തം വിടുന്നത്. അപ്പോൾ ശമ്പളം കൊടുക്കാൻ സമയം വരും, ശമ്പളം എടുക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരും, കുടിശ്ശികകളൊന്നും കൊടുക്കില്ല, പല കാര്യങ്ങൾ നിയന്ത്രണം. 5 ലക്ഷത്തിൽ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പാടില്ല, 10 ലക്ഷം കൂടുതൽ വരുന്ന ബില്ലുകളാണെങ്കിൽ 10-ാം തീയതി കഴിയണം. ഇങ്ങനെ പറയുന്ന നിബന്ധനകൾ വരുന്നത് അത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് എന്ന് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് അതിന് നാട്ടൻ ഭാഷയിൽ പറയുന്നത് ഗുട്ടൻസ് മനസ്സിലാവില്ല. കാരണം കൃത്യമായിട്ട് ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളിവിടെ പോവുകയാണെങ്കിൽ സ്വർഗരാജ്യം തീർക്കാൻ നമുക്ക് കഴിയും. ഒരു നല്ല സാമ്പത്തിക എക്കണോമിക്കലായി ചിന്തിക്കുന്ന ഒരു ഫൈനാൻസ് മിനിസ്റ്റർ തയ്യാറാക്കുന്ന ഒരു ബഡ്ജറ്റുമായി വെൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഏതൊരു ഗവൺമെൻറ്റിനും ജനക്ഷേമകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ അത് ഇല്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഈ ക്ഷേമ പെൻഷനുകൾ എന്തിനാണ് തടഞ്ഞു വെക്കുന്നത്? ക്ഷേമ പെൻഷനുകൾ കൊടുക്കേണ്ട തുകയുടെ എത്രയാണെന്നുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ വന്നിട്ടുണ്ട്.
കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് വന്നിട്ടുണ്ട്. ശമ്പളത്തിന് എന്തിനാണ് നിയന്ത്രണം വെക്കുന്നത്? ശമ്പളത്തിന് പ്ലാൻ. കാരണം ഒരു ബഡ്ജറ്റിൻ്റെ കൂടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇത്ര വേണം. നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ജീവനക്കാരുണ്ടെന്നും ഗ്രൂപ്പ് ഇതിനെ കൊടുക്കുക. ഇന്ന റേഞ്ച്, ശമ്പള റേഞ്ചിൽ ഇന്ന സ്കെയിലിലുള്ള ജീവനക്കാർ ഇത്ര, ഇന്ന ശമ്പള സ്കെയിലിൽ ഇത്ര ശമ്പളത്തിലുള്ള ജീവനക്കാർ ഇത്ര. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ശമ്പളക്കാരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, 89,000 രൂപ ശമ്പളത്തിലെ റേഞ്ചിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൊടുത്താൽ 89,000 രൂപ ശമ്പളം വാങ്ങുമ്പോൾ 2,000 രൂപ ഇൻക്രിമെൻ്റാണ്. അപ്പോൾ ആ ഒരു വർഷത്തിൽ എന്തുണ്ടാകുന്നു? 2,000 രൂപ. 89,000 നിങ്ങൾ ജൂലൈ മാസത്തിൽ കൊടുത്തതെങ്കിൽ അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും അത് 83,000 ആവും. അപ്പോൾ അതിലൊരു ഒരു ഇൻക്രീസും കൂടെ വരുന്നുണ്ട്, ചെറിയൊരു വർധനവ്, ഇൻക്രിമെൻറ്റ്. അപ്പോൾ അങ്ങനെ മൊത്തം സംസ്ഥാനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഇനത്തിൽ വേണ്ട തുക എത്രയാണ് എന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അത് എക്സ്പെൻഡിച്ചർ, അത് ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ ഉൾക്കൊള്ളിക്കുന്നു. ആ ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചറിനെ ഡിമാൻഡ് ചെയ്യുന്നു. അത് ആണ് പാസ്സാക്കി വരുമ്പോൾ അത് അപ്രോപ്രിയേഷൻ ആക്റ്റായി വരുന്നു. പിന്നെ ഇവിടെ പ്രതിസന്ധിയുടെ ഒരു സംഗതിയും ഉദിക്കുന്നില്ല. പിന്നെ എങ്ങനെ എന്നുള്ളത് ഇനി നമ്മൾ സ്വയം ശ്രോതാക്കൾ ഓരോരുത്തരും അവരുടെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് ആശിക്കാം ഒരു നല്ല മാനേജ്മെൻറ്റ് വരട്ടെ എന്നുള്ളത്. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാൻ ഒരു തരവുമില്ല. അത് പിന്നെ കടമെടുക്കുന്നു എന്നുള്ളതും ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണല്ലോ കടമെടുക്കുന്നത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഫോർ ദ സെക്യൂരിറ്റി ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ശമ്പളം കൊടുക്കാൻ തികയാതെ വരുമ്പോൾ, മറ്റ് ചിലവുകൾക്ക് തികയാതെ വരുമ്പോൾ ആ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് വോട്ടഡ് എക്സ്പെൻഡിച്ചർ അപ്രോപ്രിയേഷൻ ആക്ടിന് ഒരു യൂണിറ്റിന് ചെലവഴിക്കാൻ വേണ്ടി അനുവദിച്ച് കിട്ടുന്ന തുകയെയാണ് അപ്രോപ്രിയേഷൻ ആക്ട് എന്ന് പറയുന്നത്, ധനവിനിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് abstract showing revenue receipt and revenue expenditure in terms of percentage are appended to explanatory memorandum. ഇനി എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ വേറെ പിന്നെ ഉൾക്കൊള്ളിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? അബ്സ്ട്രാക്റ്റ് ഷോയിങ് റവന്യൂ റെസീറ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ശതമാനക്കണക്കിൽ ഓരോ പിന്നെ ഇതിനും വേണ്ട വരവിൻ്റെയും ചെലവിൻ്റെയും ശതമാനക്കണക്കിൽ ആർ അപ്പൻഡഡ്, അതും കൂടി കൂട്ടിച്ചേർക്കും. ഏതിൽ? ഈ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം. അപ്പോൾ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അടുത്തത് പർട്ടിക്കുലേഴ്സ് ഓഫ് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ലീസ്ഡ് ഔട്ട് ഫോർ സബ്സിഡിയറി റേറ്റ് or concessional rate of rent collected. അതും ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയാണ്? എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടത്തിൽ. സർക്കാരിൻ്റെ ഭൂമിയായാലും സർക്കാരിൻ്റെ വസ്തുക്കളായാലും ധനമായാലും അത് കൺസെഷണൽ റേറ്റിലോ സബ്സിഡി റേറ്റിലോ ലീസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും വിശദമായി പറയേണ്ടത് എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടമാണ്. പിന്നെ മറ്റൊരു അഡീഷണലായിട്ട് വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അതും ബഡ്ജറ്റിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന ഒരു അഡീഷണൽ ഡോക്യുമെൻ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അത് പേര് കേട്ടാൽ തന്നെ അറിയാലോ എന്തൊക്കെയാണ് അസറ്റുകൾ, എന്തൊക്കെയാണുള്ളത്, ലയബിലിറ്റീസ് എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ബാധ്യതകളെക്കുറിച്ചും നീക്കിയിരിപ്പുകളെക്കുറിച്ചും അസറ്റുകൾ എന്തൊക്കെയായിട്ട് നിക്ഷേപങ്ങളുണ്ട് അതെല്ലാം പിന്നെ സ്റ്റേറ്റ്മെൻ്റായിട്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് എക്സ്പെൻഡിച്ചർ അണ്ടർ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ ബൈ മേജർ ഹെഡ്സ്. പിന്നെ വരുന്ന മറ്റൊരു കേസ് കോംപ്രിഹെൻസീവ് ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രോസ് എക്സ്പെൻഡിച്ചർ അണ്ടർ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ. പ്ലാനിലും നോൺ പ്ലാനിലും എന്തോ ഉള്ളൂ? പ്ലാനിലും നോൺ പ്ലാനിലും മാത്രമേ എക്സ്പെൻഡിച്ചർ ഉള്ളൂ. ബഡ്ജറ്റിലെ എക്സ്പെൻഡിച്ചർ അങ്ങനെയാണ്. രണ്ട് സംഗതിയേ ഉള്ളൂ. ഒന്ന് നോ പ്ലാൻ, അതിന് പ്ലാൻ തന്നെ വേണം. പ്ലാനിങ് ആയിട്ട് വരുമ്പോൾ അത് കണ്ടെത്താൻ ബഡ്ജറ്റിൽ പിന്നെ അതിന് സ്രോതസ് വേറെ കണ്ടെത്തണം. കൺസോളിഡേറ്റ് നോൺ പ്ലാനിലുള്ള എക്സ്പെൻഡിച്ചറുകളെല്ലാം ഫിക്സഡാണ്.
നോൺ പ്ലാനിലുള്ള എക്സ്പെൻഡിച്ചറുകളെല്ലാം ഫിക്സഡ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടതായിരിക്കുന്ന സംഗതികൾ പ്ലാനിങ്ങിലൂടെ കണ്ടെത്തേണ്ടതില്ല. കാരണം അത് ഫിക്സഡ് ആയിട്ടുള്ള ചിലവാണ്, അതിന് മാറ്റം വരില്ല. നോൺ പ്ലാനിന് പ്ലാൻ അങ്ങനെയല്ല. പ്ലാന് പദ്ധതി ആസൂത്രണം ചെയ്ത് അതിന് ഫണ്ട് പാസ്സാക്കി, ആ പാസ്സാക്കിയ ഫണ്ടിന് തുക കണ്ടെത്തി അത് ചിലവഴിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിൽ പ്ലാൻ വന്ന ഒരു സംഗതി പറഞ്ഞുതരാം. ഈ പല കമ്മീഷനുകളും റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശികമായി മലബാർ പ്രദേശങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താരതമ്യേന കുറവാണെന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ കേന്ദ്രത്തിൽ സമർപ്പിച്ചപ്പോഴാണ് അവിടെ ഒരു ഇൻറ്റൻസീവ് പ്രോഗ്രാം കൊണ്ടുവന്നു. ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് കൊണ്ടുവന്നത്. ഓർമ്മയുണ്ടോ? ആ പ്രോഗ്രാം കൊണ്ടുവന്ന് അതിന് കേന്ദ്രം നേരിട്ട് കാശ് കൊടുത്തു. ഫണ്ടിങ് കേന്ദ്രത്തിനായിരുന്നു. ഫണ്ടിങ് നേരിട്ട് കേന്ദ്രത്തിൽ നിന്ന്. ആ സ്കീം കഴിഞ്ഞപ്പോൾ ഫണ്ട് തീർന്നു. ഇനി എന്ത് വേണം? സംസ്ഥാന ഗവൺമെൻറ് പിരിച്ചുവിടാൻ പറ്റുമോ? ഈ അതിലേക്ക് ചെലവഴിക്കുന്ന ശമ്പളവും അലവൻസും അത് 248 അങ്ങനെയുണ്ട്. അധ്യാപകരും അതിൻ്റെ മറ്റ് അനുബന്ധ ചെലവുകളാണ്. അതിന് ഫണ്ടെത്താൻ അവരുടെ ശമ്പളം കൊടുക്കാൻ. അപ്പോഴേക്കും ഇവർക്ക് 6-7 കൊല്ലം സർവീസായി കേന്ദ്രം ഇതൊക്കെ നിർത്തിയപ്പോഴേക്കും ഏറെക്കാലം അവരുടെ ശമ്പളം പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തത്. നോൺ പ്ലാനിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? നോൺ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാവുന്ന ഒരു അവസ്ഥയല്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നുകൂടി ആരാഞ്ഞ് അതും കിട്ടും എന്നുള്ള നിലയ്ക്ക് പ്ലാനിൽ ഉൾപ്പെടുത്തി അവർക്ക് ശമ്പളം കൊടുക്കാൻ പ്ലാൻ. കാരണം അപ്പോൾ വേറെ കാര്യമുണ്ട്, അവരുടെ അലോട്ട് ചെയ്ത പ്ലാനിൽ ഫണ്ട് ഉണ്ടെങ്കിലേ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. നമ്മളെ ശമ്പളം അങ്ങനെയല്ല, പെൻഷനും അങ്ങനെയല്ല, അതിനൊരു പ്ലാനിങ് ആവശ്യമില്ല. അപ്പോൾ പ്ലാൻ സ്കീമിലും നോൺ പ്ലാൻ സ്കീമിലുമായിട്ട് ഉൾപ്പെടുന്ന കാര്യങ്ങളെയും ഈ ബഡ്ജറ്റിൽ വിശദമായി പറയുക. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രോസ് എക്സ്പെൻഡിച്ചർ അണ്ടർ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ ബൈ മേജർ ഹെഡ്, അതായത് മേജർ ഹെഡിലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സ്പെൻഡിച്ചറിനെയും വരവിനെയും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ എസ്റ്റിമേറ്റ്, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, അപ്രോപ്രിയേഷൻ ബില്ല്, പിന്നെ എക്സ്പ്ലനേറ്ററി മെമ്മോറാണ്ടം, ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എന്നീ സംഗതികൾ ഓരോ ടൈറ്റിലായിട്ട് വരുമ്പോൾ ഞാനിത് തുടങ്ങുമ്പോഴേ പറഞ്ഞു രസകരമായ ഒരു ടോപ്പിക്കാണ് ബഡ്ജറ്റ് മാനുവൽ. മനസ്സിലാവാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. പീസ് സർവീസ് ഹെഡ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമുക്ക് വരുന്ന എപ്പിസോഡിൽ കേരള ബഡ്ജറ്റ് മാനുവൽ തുടർന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.